നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്രയുടെ പ്രചരണാർത്ഥം വിളംബര ജാഥ സംഘടിപ്പിച്ച് നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. DCC ജനറൽ സെക്രട്ടറി MT ജോയ് ജാഥയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. KPCC പ്രസിഡന്റ് K സുധാകരനും കേരള പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര ഫെബ്രുവരി 20-ന് മൂവാറ്റുപുഴയിൽ എത്തിച്ചേരും. നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KPCC നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്രയുടെ പ്രചരണാർത്ഥം വിളംബര ജാഥ സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറേച്ചാലിലിന്റെ അധ്യക്ഷതയിൽ ജാഥയുടെ ഉദ്ഘാടനം DCC ജനറൽ സെക്രട്ടറി MT ജോയ് നിർവഹിച്ചു. ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ അലി പടിഞ്ഞാറേച്ചാലിൽ വെറുതെ ഒരു കഥ നിന്നു എന്നതിന്റെ പേരിൽ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ അജീബ് ഇരുമല്ലൂരിനെയും പിണറായിയുടെ പോലീസും ഈ സ്വയം രക്ഷാ പ്രവർത്തകരും ചേർന്ന് മർദ്ദിക്കുന്ന ക്രൂരമായ കാഴ്ച ഞാനും നിങ്ങളും കണ്ടതല്ലേ സ്നേഹിതരെ? നിങ്ങളുടെ കൺമുന്നിൽ കണ്ടതായിരുന്നു. എന്തിനാണ് ഇവരെയൊക്കെ തല്ലി ചതച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കും വിലക്കയറ്റം, അഴിമതി, ധൂർത്ത്, ക്രമസമാധാന തകർച്ച തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് K സുധാകരൻ MPയും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര ഫെബ്രുവരി 20-ന് മൂവാറ്റുപുഴയിൽ എത്തിച്ചേരും. ഈ പരിപാടി വൻ വിജയമാക്കുന്നതിന്റെ ഭാഗമായാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്പനിപ്പടി ജംഗ്ഷനിൽ നിന്നും നെല്ലിക്കുഴി കവലയിലേക്ക് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ വിളംബര ജാഥ സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷമീർ പനക്കൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ഇട്ടൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MA കരീം, എൽദോസ് കീച്ചേരി, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ബഷീർ പുല്ലോളി, ജോർജ് വർഗീസ്, ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അനിൽ രാമൻ നായർ, ഷൌക്കത്ത് പൂതയിൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജീബ് ഇരമല്ലൂർ, INTUC മണ്ഡലം പ്രസിഡന്റ് ഇബ്രാഹിം എടയാലി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും INTUCയുടെയും ബ്ലോക്ക് മണ്ഡലം തല ഭാരവാഹികളും പ്രവർത്തകരും വിളംബര ജാഥയിൽ പങ്കാളികളായി. പ്രതീക്ഷയായ പ്രതിപക്ഷ നേതാവും ചേർന്നുകൊണ്ട് സമരാഗ്നി എന്ന സമര പോരാട്ടത്തിന് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 7 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഈ 7 വർഷക്കാലത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം, ഇവിടെ രണ്ടാം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കിറ്റ് കൊടുത്തും പെൻഷൻ കൊടുത്തും സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ഇപ്പോൾ സാധാരണക്കാർക്ക് കൊടുക്കുന്ന യാതൊരുവിധ ആനുകൂല്യവും കൊടുക്കാതെ മാസങ്ങളോളമായി സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ കൊടുക്കുന്ന പെൻഷൻ കൊടുക്കാതെ നിത്യോപയോഗ സാധനങ്ങൾക്കടക്കം ക്രമാതീതമായ വിലവർദ്ധനവ് കൊണ്ടുവന്നുകൊണ്ട്, കുടിവെള്ളത്തിനടക്കം വിലവർദ്ധനവ് കൊണ്ടുവന്നുകൊണ്ട്, വൈദ്യുതി ചാർജ് വില വർദ്ധിപ്പിച്ചുകൊണ്ട്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട്, സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് അടക്കം വെട്ടിക്കുറച്ചുകൊണ്ട്, സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കീഴിൽ ചെയ്യുന്ന കോൺട്രാക്ടർമാരടക്കം 16,000 കോടി രൂപ ഇവിടുത്തെ സാധാരണക്കാരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കരാറുകാർക്കും കൊടുക്കാനില്ലാത്തൊരവസ്ഥയിൽ. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പും ഡൗൺലോഡ് ചെയ്യൂ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്.